ഇപ്പം നമുക്കറിയാം ആ ക്വാളിഫിക്കേഷൻ എക്സാം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കണം അല്ലേ? കാരണം ഇപ്പം നമുക്കൊരു അവസരം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു PSC എക്സാം പോലുള്ള എക്സാം വിളിക്കുമ്പോൾ നമ്മൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനേ പറ്റുകയില്ല. അപ്പോൾ അവസരങ്ങൾ നമുക്ക് വിനിയോഗിക്കണമെങ്കിൽ നമ്മളെപ്പോഴും എന്തായിരിക്കണം? നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പം പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട എക്സാം തന്നെയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷൻ എക്സാം തന്നെയാണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ആ സെറ്റ് എക്സാം ക്വാളിഫൈ ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കിതൊരു നല്ല ചാൻസ് തന്നെയാണല്ലേ? അപ്പോൾ നിങ്ങളത് മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നമുക്കറിയാം എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം 2 സെക്ഷനാണ് നടക്കുന്നത് അല്ലേ? ഒന്ന് ജനറൽ പേപ്പറും ഉണ്ട്, 2 നമ്മുടെ സബ്ജക്റ്റ് പേപ്പറും ഉണ്ട്. രണ്ടിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? സബ്ജക്റ്റ് മാത്രം ക്വാളിഫൈ ആയിട്ട് കാര്യമില്ല. ജനറൽ പേപ്പർ പോയാൽ നമ്മൾ ക്വാളിഫൈ ആകുകയില്ല. അതേപോലെ നേരെ തിരിച്ചും അങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങൾ രണ്ടിനും എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ വേണം നോക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്കറിയാം സെറ്റ് എക്സാമിന് നമുക്കറിയാം നെഗറ്റീവ് മാർക്ക് ഇല്ലെന്ന് നമുക്കറിയാം അല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ മാക്സിമം എഴുതാതെ വിടരുത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് റൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നെഗറ്റീവ് ഇല്ലാതെ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് ഒന്നും ചിന്തിക്കാതെ നേരെ കയറി ആരും ആൻസർ മാർക്ക് ചെയ്ത് വെറുതെ ഉള്ള മാർക്ക് നിങ്ങൾ കിട്ടാവുന്ന മാർക്ക് നിങ്ങൾ കളയരുത്. ഇപ്പം നിങ്ങൾക്കറിയാം നമുക്ക് എത്ര മാർക്ക് വേണം ജയിക്കാനായിട്ട്? എത്ര മാർക്ക് വേണം നമുക്ക്? അറിയാവോ ആർക്കെങ്കിലും? സെറ്റ് എക്സാം ടോട്ടൽ എത്രയിലാണ്? 240 മാർക്ക് വരുന്നത്. നമുക്ക് ക്വാളിഫൈ എത്ര മാർക്ക് വേണം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി? ആർക്കെങ്കിലും അറിയാവോ? 108 എന്ന് പറയുന്ന OBC അല്ലേ? 108 എന്ന് പറയുന്നത് 116 മാർക്കാണ് വേണ്ടത്. യെസ്, 116 മാർക്കാണ് ജനറൽക്കാർക്ക് വേണ്ടത്. 108 OBC അങ്ങനെ പോകുന്നു അല്ലേ? അതായത് 45% മാർക്കല്ലേ? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് കാര്യം പറഞ്ഞാൽ 116 മാർക്ക് നമുക്ക് മതി. നമുക്ക് സെറ്റ് എക്സാം ക്വാളിഫൈ ആയാൽ മാത്രം മതി. കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് നമ്മുടെ മാർക്കോ മറ്റോ ഒന്നും നമുക്കില്ല. അല്ലെങ്കിൽ ആരും നമ്മുടെ മാർക്ക് ചോദിക്കുകയൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നെന്ന് ഞാൻ ചോദിക്കുകയൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൽ മതി? ക്വാളിഫൈ ആയാൽ മതി. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം എന്ത് ചെയ്യുക? സ്കോർ ചെയ്ത് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ? നമ്മളെപ്പോഴും ഒരു സേഫ് സോണിലായിരിക്കുക. അപ്പം കറക്റ്റ് ഒരു 116 മാർക്ക് വന്ന് നിന്നിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഓപ്ഷൻ ആൻസർ കീ പോലും കറക്ഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ മാർക്ക് ഒരെണ്ണം പോയി അല്ലേ? നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയി അല്ലേ? അതുകൊണ്ട് നിങ്ങൾ പറ്റുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് മാക്സിമം സ്കോർ ചെയ്യാനെല്ലാം ശ്രമിക്കുക. 2 പേപ്പറിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാമിനെ സീരിയസ് ആയിട്ട് കാണുക. നന്നായിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക അല്ലേ? നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ഈ ഒരാഴ്ച നിങ്ങളുടെ മറ്റുള്ള പ്രോഗ്രാംസൊക്കെ മാറ്റിവെച്ച് നന്നായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ഒന്ന് ഫോക്കസ് ചെയ്തിരിക്കുക. നിങ്ങൾ പലരും പഠിക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടീച്ചിങ് ചെയ്യുന്നവരുണ്ടായിരിക്കും, എല്ലാവരും ഉണ്ടായിരിക്കും അല്ലേ? ഫ്രീ ആയിട്ടിരിക്കുന്നവരൊക്കെ കുറവായിരിക്കാം. എങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങൾ മാക്സിമം ഈ ഒരാഴ്ച നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യാവേ. ഓക്കെ, സ്ക്രീൻ കാണത്തില്ലേ?
ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമുക്കറിയാം നമ്മുടെ ഫിസിക്സ് സബ്ജക്റ്റ് നമുക്കൊരു എത്ര സബ്ജക്റ്റ് ഉണ്ടാകെ, എത്ര ഏരിയ ഉണ്ട് നമുക്കാകെ ഫിസിക്സിൽ? നമുക്കാകെ 9 വിഷയമുണ്ടല്ലേ? 9 വിഷയമുണ്ട്. ആൻഡ് വി ഹാവ് 120 ക്വസ്റ്റ്യൻസ് അല്ലേ? സോ വി ക്യാൻ എക്സ്പെക്ട് അറ്റ്ലീസ്റ്റ് 10 അല്ലേ? അറ്റ്ലീസ്റ്റ് 10, 10 മുതൽ ഒരു 13 വരെ ക്വസ്റ്റ്യൻ വി ക്യാൻ എക്സ്പെക്ട് ഫ്രം ഈച്ച് സബ്ജക്റ്റ് അല്ലേ? ഇപ്പം നമുക്കറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ എന്ത് പറ്റില്ല, ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റും പഠിച്ചുകൊണ്ട് പോകാൻ ആർക്കും പറ്റുന്ന വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക, ഉള്ളത് കളയാതിരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ തറവായിട്ട് നോക്കി ഒന്നുകൂടെ അത് മറന്നു പോകാതിരിക്കാൻ രീതി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിട്ട് പോകാം. ഇനി ആരും, എൻ്റെ അഭിപ്രായത്തിൽ ആരും ഇനി ഒരു പുതിയ ടോപ്പിക്കൊന്നും ഇനി നിങ്ങൾ പഠിക്കാൻ പോകാൻ നോക്കാതെ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പോവുക കേട്ടോ ഈ ഒരാഴ്ച നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് 9 വിഷയങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ MSc പഠിച്ചതല്ലേ? ഏതൊക്കെയാണ് പഠിച്ചത്? മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ദെൻ സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോണിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ഒക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ നമുക്ക് ഈ 9 വിഷയങ്ങളിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകാം. നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സമയമില്ല. അപ്പോൾ നമുക്ക് ഈ 9 വിഷയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ PVQs ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ചോദിച്ച് കാണുന്ന ആ പാറ്റേൺ വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ നിങ്ങൾ മൈക്ക് ഓണാക്കി ചോദിക്കുക. കാരണം ഞാനിപ്പം സ്ക്രീൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് തോന്നിയാലും നിങ്ങൾ ഉടനെ തന്നെ മൈക്ക് ഓണാക്കി ചോദിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. നമുക്കൊരു ഇൻട്രാക്ഷൻ സെക്ഷൻ പോലെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ നന്നായിട്ടൊന്ന് ഈ സെക്ഷൻ നിങ്ങൾ നന്നായിട്ട് സമയം നിങ്ങൾ ചിലവഴിക്കാൻ നോക്കുക. കുറച്ച് ലെങ്തി ആയി പോകും സെക്ഷൻ, കാരണം നമുക്ക് 9 സബ്ജക്റ്റ് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് നോക്കി പോകണ്ടേ. അപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും. നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് വരെ നിങ്ങൾ ഈ മീറ്റിങ്ങിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. ഓക്കെ, നമ്മുടെ ഈ ബോർഡ് കാണാൻ മേല എല്ലാവർക്കും? അതിലൊരാൾ മൈക്കോണൊക്കെ പറയാമോ? ബോർഡ് കാണാൻ മേലേ? ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്, നമ്മുടെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സുകളുണ്ട്. ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഒന്ന് ലാപ്ലേസ് ട്രാൻസ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, 2 കോംപ്ലക്സ് അനാലിസിസ്, 3 മെട്രിക്സ്. അപ്പോൾ ഇതൊക്കെയാണ് മാത്തമാറ്റിക്കലിൽ നമുക്ക് ഷുവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന, ഷുവറായിട്ടുള്ള ബാക്കിയും ചോദിക്കും, എന്നാൽ നമുക്ക് ഷുവറായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അതിന് നമുക്കറിയാം ഫ്രം കോംപ്ലക്സ് അനാലിസിസ് വി ക്യാൻ എക്സ്പെക്ട് അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് അല്ലേ? നിങ്ങൾ PVQs നോക്കുന്നത് നമുക്കറിയാം, വി ക്യാൻ എക്സ്പെക്ട് അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഫ്രം കോംപ്ലക്സ് അനാലിസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് മാത്തമാറ്റിക്കലെ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചില ഫങ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ല. ഇപ്പോൾ നോക്കി, ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 എന്താണ്, 1/s ആണ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ്. ഇതൊക്കെ ചില വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. അതേപോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻⁸ എന്താണ്, 1/s - a. e⁻⁻⁸ എന്താ വരിക, e⁻⁻⁸ എന്താ വരിക? ആർക്കെങ്കിലും അറിയാമോ e⁻⁻⁸ എന്താ വരിക? അതെ, 1/s + a വരും അല്ലേ? വെരി ഗുഡ്. അതായത് e⁻80 ആകുമ്പോഴത്തേനും എസ്സിന് മാറി എന്ത്, ഈ 1/s s മാറി എന്താവും, s - a ആവുകയും
e⁻at ആകുമ്പോൾ അത് s+a ആവുകയും ചെയ്യും. അതേപോലെ t⁻n സൈൻ കോസ് അങ്ങനെ പല ഫങ്ഷൻസിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ t² e⁻²t. ഇതിന് ആൻസർ എന്ത് വരും? നമുക്കത് ഇത് യൂസ് ചെയ്യാം അല്ലേ. നമുക്ക് t⁻n e⁻8 എന്നുള്ളതിൻ്റെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ചെയ്യാവുന്ന കാര്യം ആദ്യം t⁻n എഴുതുക, പിന്നെ എന്ത് ചെയ്യുക, അതിലേക്ക് e⁻8 ആക്ട് ചെയ്താലും മതി. ഒന്ന് either we can use direct equation or we can done it by step process. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? ആർക്കെങ്കിലും പറയാമോ? എല്ലാവരും ഒരു ബുക്ക് മെയിനൊക്കെ ചെയ്ത് നോക്കിക്കേ. അത് നമുക്ക് ഇത് അപ്ലൈ ചെയ്താലോ? ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ആൻസർ എന്ത് വരും? ഇവിടെ n എത്രയാണ്? n2 അല്ലേ? ഇവിടെ n2 ആണ്. അപ്പം എന്ത് വരും? 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s മൈനസ് a. ഇവിടെ s മൈനസ് a ആണ്, s+a ആണ് വരിക. ഇവിടെ e⁻ അല്ലേ? അപ്പം എന്ത് വരും? s+ വരും അല്ലേ? അതെ, s+, ഇവിടെ a എത്രയാണ്? a2 തന്നെ അല്ലേ? ദെൻ n+1, n എത്രയാണ്? 2 അല്ലേ? 2 + 1, അതായത് എന്ത് വരും? 2 ഫാക്ടോറിയൽ ഈസ് 2. 2 ഡിവൈഡഡ് ബൈ s+2 ഹോൾ ക്യൂബ്. അതൊക്കെ മനസ്സിലായ ക്വസ്റ്റ്യന്? എല്ലാവർക്കും മനസ്സിലായ എൻ്റെ ആൻസർ വന്നെങ്ങനെയാന്ന്? ഓക്കെ, ഇനി അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കമ്പ്യൂട്ട് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 2t plus 7 sin 2t അല്ലേ? സോ വാട്ട് ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 80 എന്താണ്? s ഡിവൈഡഡ് ബൈ s² പ്ലസ് a² അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? cos 2t ആകുമ്പോൾ എന്ത് വരും? s ഡിവൈഡഡ് ബൈ s² പ്ലസ് എക്ക് പകരം എന്താണ് ഇവിടെ? 2² പ്ലസ്, എല്ലാവരും വേഗം ചെയ്തേ. അല്ലേ? ദെൻ 7 ഇൻറ്റു സൈൻ 2t എന്താണ്? സൈൻ 80 എന്താണ്? a ഡിവൈഡഡ് ബൈ s² പ്ലസ് a² ആണ്. ഇവിടെ a എത്രയാണ്? a എന്ന് പറയുന്നത് 2 ആണ്. സോ 2 ഡിവൈഡഡ് ബൈ s² പ്ലസ് a² എന്ന് പകരം 2². s² പ്ലസ് 2² കോമൺ ആയിട്ട് പഠിക്കുക. അത് s² പ്ലസ് 2² ഈസ് 4 അല്ലേ? അപ്പോൾ s² പ്ലസ് 4, ദെൻ s പ്ലസ് 7 ഇൻറ്റു 2 14. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. അത് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷെ ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണമായിരുന്നു? ഇപ്പോൾ നമ്മൾ ചെയ്ത 2 പ്രോബ്ലം നമുക്ക് ചെയ്യണമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് അറിയണമായിരുന്നു അല്ലേ? നമുക്ക് ആ സൈൻ 80യുടെയും കോസ് 80യുടെയും ഫോമുല നമുക്ക് അറിയാമായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? നിങ്ങളത് പഠിക്കണം. അതേപോലെ t⁻n-ൻ്റെയും e⁻80 e⁻−8 e⁻+8 ആക്ട് ചെയ്താൽ എന്താ സംഭവിക്കുന്നതിനെ പറ്റി എല്ലാം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോംപ്ലക്സ് അനാലിസിസിൽ. അതിലെ ഒരുപാട് തവണ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എബൌട്ട് കോഷി റെയ്മാൻ കണ്ടീഷൻ. എന്താണ് കോഷി റെയ്മാൻ കണ്ടീഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ലൈക്ക് ഇപ്പോൾ ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് f(z) ഈസ് ഈക്വൽ ടു സം u(xy) പ്ലസ് i(v(xy) ആണെങ്കിൽ ഇതതിൻ്റെ റിയൽ പാർട്ട്, ഇതതിൻ്റെ ഇമാജിനറി പാർട്ട്, അതല്ല കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ കോഷി റെയ്മാൻ കണ്ടീഷൻ എന്തായിരിക്കും? ഇപ്പോൾ എന്താണ് കോഷി റെയ്മാൻ കണ്ടീഷൻ? എന്തിനാണ് കോഷി റെയ്മാൻ കണ്ടീഷൻ? അത് നമ്മൾ പറയുന്നത് ആർക്കെങ്കിലും അറിയാമോ കോഷി റെയ്മാൻ കണ്ടീഷനെ പറ്റി? എന്താണ് കോഷി റെയ്മാൻ കണ്ടീഷൻ എന്ന് പറയുന്നത്? ഒരു ഫംഗ്ഷൻ
അനലറ്റിക് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കോഷി റീമാൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ അനലറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും കോഷി റീമാൻ കണ്ടീഷൻ എന്ത് ചെയ്യും? ഒബേ ചെയ്തിരിക്കും. പക്ഷെ എന്താണ്, ആ ഫംഗ്ഷൻ കോഷി റീമാൻ കണ്ടീഷൻ ഒബേ ചെയ്തുകൊണ്ട് മാത്രം അത് അനലറ്റിക് ആണെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് കോഷി റീമാൻ കണ്ടീഷൻ ഒബേ ചെയ്തിരിക്കും. അപ്പം കോഷി റീമാൻ കണ്ടീഷനകത്ത് ഏതാണ്? ആർക്കെങ്കിലും അറിയാം? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാ കോഷി റീമാൻ കണ്ടീഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ. വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ് കോഷി റീമാൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട് പല വർഷങ്ങളായിട്ട്. എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു തവണ ഈ കോഷി റീമാൻ കണ്ടീഷനോട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കോഷി റീമാൻ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ചെയ്യാമായിരുന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമായിരുന്നു അല്ലേ? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബീറ്റ ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് I 6xy plus beta y. This is a complex number and this is the real part and this is the I വരുന്ന പാർട്ടാണ് imaginary part. Is an analytic function. So it is given that the given function is an analytic function of complex variable. Then general complex function expression z is equal to x plus iy. Okay. So തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ അനലറ്റിക് ഫംഗ്ഷൻ ആണ് എങ്കിൽ അതിൻ്റെ ബീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? നമുക്കിത് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? ആർക്കെങ്കിലും ഒരു ഐഡിയ പറയാമോ? ആർക്കൊരു ഐഡിയ പറയാമോ ഇതിനെപ്പറ്റി? ഹൗ ക്യാൻ വി സോൾവ് ദാറ്റ് ക്വസ്റ്റ്യൻ? ഹൗ ക്യാൻ വി സോൾവ് ദാറ്റ് ക്വസ്റ്റ്യൻ? വിഷ്ണു ആർ ഒരു ഐഡിയ പറയാമോ? വിഷ്ണു, ബുള്ളറ്റ് ഇരിക്കുന്ന വിഷ്ണു ഒരു ഐഡിയ പറയാമോ? യാ, ഫ്രം സി ആർ കണ്ടീഷൻ അല്ലേ? വെരി ഗുഡ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ? അതായത് ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ അപ്ലൈ ചെയ്ത് നോക്കാം. ഡോ യു ബൈ ഡോ എക്സ് എന്ത് വരും? ബൈ ടേക്കിംഗ് നമുക്ക് ഈ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ആവേ. ഫസ്റ്റ് കണ്ടീഷൻ മാത്രം അപ്ലൈ ചെയ്താൽ മതി. സോ ഡോ യു ബൈ ഡോ എക്സ് ഞാൻ എടുക്കാൻ പോവാം. എന്താണ് യു എന്ന് പറയുന്നത്? ഇത് അതിൻ്റെ യു, ഇത് അതിൻ്റെ വി അല്ലേ? സോ ടേക്കിംഗ് ഡോ യു ബൈ ഡോ എക്സ് എന്ത് വരും? 2. ഫസ്റ്റ് ടൈം 2 വരും പ്ലസ് സെക്കൻഡ് ടൈം എന്ത് വരും? 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ 2x. സോ 3 ഇൻറ്റു 2x. വൈ സ്ക്വയറിന് 0 ആയി പോകും. വിത്ത് റെസ്പെക്ട് എക്സിൽ എടുക്കുന്നത്. സോ 0 ഈസ് ഈക്വൽ ടു അടുത്ത എന്താണ്? ഡോ വി ബൈ ഡോ വൈ അല്ലേ? സോ ഡോ വി ബൈ ഡോ വൈ എന്ത് വരും? 6x അല്ലേ? ഫസ്റ്റ് ടൈം പ്ലസ് ബീറ്റ. സോ 2 പ്ലസ് 6x ഈസ് ഈക്വൽ ടു 6x പ്ലസ് ബീറ്റ. ആണ് ക്യാൻസൽ ആയി പോയിട്ട് ഇത് കിട്ടും. therefore ബീറ്റ ഈസ് ഈക്വൽ ടു 2. കണ്ടോ? എന്താണ് ബീറ്റ വാല്യൂ? എന്താണ്? ബീറ്റ ഈസ് ഈക്വൽ ടു 2. ഓപ്ഷൻ ഡി. കണ്ടോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് അനലറ്റിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് കോഷി റീമാൻ കണ്ടീഷനും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണമായിരുന്നു. അതാണ് എൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നെങ്ങനെ? ക്വസ്റ്റ്യൻ്റെ ഒരു കാര്യം മനസ്സിലായോ എല്ലാവർക്കും? ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും ചോദിക്കാനായിട്ട്? ഓക്കെ. എന്താ യെസ് സാർ. ഓക്കെ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫ്രം കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ആണ്. അതായത് ദ ഗിവൺ ഇൻ്റഗ്രൽ ഈസ് ഗിവൺ. നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ആൻഡ് ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? ആൻഡ് ഇവിടെ ദ കോണ്ടൂർ ഈസ് നോട്ട് ഗിവൺ അല്ലേ? നമുക്ക് കോണ്ടൂർ തന്നിട്ടില്ല. സോ ഹൗ ക്യാൻ വി ഐഡൻറ്റിഫൈ ദ സിംഗുലാർ പോയിൻറ്റ്സ്? ഹൗ ക്യാൻ വി ഐഡൻറ്റിഫൈ ദ സിംഗുലാർ പോയിൻറ്റ്സ് ഓഫ് ദിസ് കോംപ്ലക്സ് ഫംഗ്ഷൻ അല്ലേ? നമുക്ക് എന്ത് ചെയ്യുക? പുട്ട് ദ ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു 0 അല്ലേ? എന്ത് ചെയ്യുക?
ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സ് എന്ന് പറയുന്ന പേരാണ് സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്? ഇസഡ് ഇൻറ്റു ഇസഡ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ആൻഡ് അതിലെന്തൊരു അർത്ഥം വരും? ഒന്നെങ്കിൽ ഇസഡ് 0 ആകാം, അല്ലെങ്കിൽ ഇസഡ് പ്ലസ് 2 0 ആകാം. ദാറ്റ് ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 ഓർ ഇസഡ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ആൻഡ് ഇസഡ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 മീൻസ് എന്താണ്? ഇസഡ് ഈസ് ഈക്വൽ ടു -2. സോ നമുക്ക് എന്താണ്? നമുക്ക് 2 പോയിന്റ് കിട്ടി. അപ്പം ഒന്നെങ്കിൽ ഇസഡ് 0 ആകാം, അല്ലെങ്കിൽ ഇസഡ് -2 ആകാം. അപ്പോൾ ഈ 2 സിംഗുലാർ പോയിന്റ്സിലും ഏതാണ് പോൾ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗുലാർ പോയിന്റ് ആൻഡ് എ പോൾ? ആർക്കെങ്കിലും പറയാമോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സിംഗുലാർ പോയിന്റ് ആൻഡ് എ പോൾ? What is the difference between a singular point and a pole? ഏത് ഫംഗ്ഷൻ ഏത് പോയിന്റിലാണോ ഡിഫൈൻഡ് ആവുന്നത് ആ പോയിന്റിലാണ് പോകുന്നത്. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റുമോ? ഈസി ആയിട്ട്. അതായത് പോൾ എന്ന് പറയുന്നത് ഇപ്പം ഇതെല്ലാം സിംഗുലാർ പോയിന്റ്. നമുക്ക് 2 സിംഗുലാർ പോയിന്റ് കിട്ടിയല്ലേ. ഒന്ന് 0 അല്ലെങ്കിൽ മറ്റേത് -2 കിട്ടി. അപ്പോൾ ഈ 2 പോയിന്റും നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ കോണ്ടൂരിനകത്താണെങ്കിലാണ് എന്ത്? അത് പോളാകെ മാറുന്നത് അല്ലേ. ആ കോണ്ടൂരിന് പുറത്താണെങ്കിൽ നമുക്കത് പോളല്ല. പക്ഷേ നോക്കുക, 0യിലും -2ലും സിംഗുലാരിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന കോണ്ടൂരിന് അകത്താണെങ്കിൽ മാത്രമേ ആ സിംഗുലാരിറ്റി പോയിന്റ് എന്തായിട്ട് മാറുകയുള്ളൂ? അത് പോളായിട്ട് മാറുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കുക, അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് സിംഗുലാരിറ്റി പോയിന്റ്. സോ നമുക്ക് ഇവിടെ എന്താണ്? വി ഹാവ് നോ ഐഡിയ എബൌട്ട് ദ കോണ്ടൂർ. അതിൻ്റെ കോണ്ടൂർ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ കോണ്ടൂരിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് നിങ്ങൾ എന്ത് ചെയ്യുക? ടേക്ക് ദ കോണ്ടൂർ ആസ് യൂണിറ്റ് സർക്കിൾ. ദാറ്റ് ഈസ് സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് 0 0 ആൻഡ് റേഡിയസ് 1. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ വരുമ്പോൾ -2 എന്ന് പറയുന്ന പോയിന്റ് ഔട്ട് സൈഡിലേ വരുള്ളൂ അല്ലേ? അല്ലേ പിള്ളേരെ? അങ്ങനെ വരും -2 പുറത്തു പോവുകയല്ലേ? സിൻസ് ദ കോണ്ടൂർ ഈസ് നോട്ട് മെൻഷൻ, വി ഹാവ് ടു കൺസിഡർ ദ കോണ്ടൂർ ആസ് എ യൂണിറ്റ് സർക്കിൾ. അപ്പോൾ -2 പുറത്തു പോവുകയല്ലേ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോണ്ടൂർ എന്ന് പറയുന്നത് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് 0 0 ആൻഡ് റേഡിയസ് 1 ആണ്. അപ്പോൾ ഈ പോയിന്റ് 1, ഇത് -1, -2 ഇവിടെയല്ലേ വരുന്നേ. ആൻഡ് 0 ഇവിടെ വരും, 0 ഇവിടെയും വരും അല്ലേ. സോ ദിസ് പോയിന്റ് ഈസ് നോട്ട് പോൾ. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ കോണ്ടൂർ. സോ വി ഹാവ് ടു കൺസിഡർ ഓൺലി the point z is equal to 0. Okay, then find the residue at z is equal to 0. അറിയാം റെസിഡ്യൂ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം ലിമിറ്റ് z tends to z0. ഇവിടെ എത്രയാണ് വാല്യൂ? 0 ഇൻറ്റു z മൈനസ് z0. z0 is 0 ഇൻറ്റു നമ്മുടെ ഫംഗ്ഷൻ 1 ഡിവൈഡ് ബൈ z ഇൻറ്റു z പ്ലസ് 2. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സെഡും കൂടെ ക്യാൻസലായി പോകും അല്ലേ. ഈ സെഡും എന്താണ്? ഈ സെഡും ഇതുകൂടെ ക്യാൻസലായി പോകുന്നു. ദെൻ ലിമിറ്റ് എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് z ടെൻസ് ടു 0 1 ഡിവൈഡ് ബൈ z പ്ലസ് 2 അല്ലേ. അത് എന്ത് ചെയ്യുക? ഇസഡിന് 0 കൊടുക്കുക അല്ലേ. ഇസഡിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ എന്ത് ചെയ്യും? നമുക്ക് 1/2 എന്ന് കിട്ടും. സോ വി ഫൈൻഡ് ഔട്ട് ദ റെസിഡ്യൂ ആസ് 1/2. നൗ ദ വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂ അല്ലേ. 2πi into sum of residue, that is 2π into 1/2. That is 2 into കട്ട് ചെയ്ത് കഴിഞ്ഞാൽ πi. ഓപ്ഷൻ എ πi is the answer. ഇനി പല സ്റ്റുഡൻസ് എന്ത് ചെയ്തു? തന്നിരിക്കുന്നതിനകത്ത് 0യും -2 അവരെടുത്ത് ചെയ്ത് നോക്കി. അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് ആൻസർ 0 ആയി കിട്ടിയത്. ആ 0 എന്ത് ചെയ്തില്ല? 0 ഓപ്ഷനിലില്ലായിരുന്നു. So if the contour is not mentioned, you can take the contour as a circle with center at 0 0 and radius 1. That is a unit circle. Okay.
ദിസ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് എപ്പോഴും ഇതേപോലെ തന്നെ യൂണിറ്റ് സർക്കിൾ ആയിട്ടാണോ കൺസിഡർ ചെയ്യേണ്ടത് കോണ്ടൂർ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ? അതിങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. ദെൻ അടുത്ത മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മെട്രിക്സ്. മെട്രിക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് 2 പോയിന്റ് നിങ്ങൾക്ക് ഓർത്താൽ മതി. യു ഹാവ് ടു സ്റ്റഡി ഓൺലി 2 പോയിന്റ്സ്. എന്തൊക്കെയാണ്? ഒന്ന്, സം ഓഫ് ഐഗൻ വാല്യൂ ഈസ് ഈക്വൽ ടു ട്രേസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ്. ഓക്കെ, 2 പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഒന്ന്, സം ഓഫ് ഐഗൻ വാല്യൂ ഈസ് ഈക്വൽ ടു ട്രേസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ്. കുറച്ച് അഡീഷണൽ പോയിന്റ്സ്, ഐഗൻ വാല്യൂസ് ഓഫ് ഡയഗണൽ മെട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, ലോവർ ട്രയാങ്കുലർ എന്തായിരിക്കും, അതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, എന്തോ ഓക്കെ, സോറി. താങ്ക് യു. ഇപ്പം കാണാമല്ലേ? ഇപ്പം കാണത്തില്ല? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ മെട്രിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, 2 പോയിന്റ് കൺസിഡർ ചെയ്ത് വെക്കുക. ഒന്ന്, സം ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്ന ട്രേസ് ആയിരിക്കും. 2, പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് എന്തായിരിക്കും, ഡിറ്റർമിനന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് വെക്കുക, ഐഗൻ വാല്യൂസ് ഓഫ് ഡയഗണൽ മെട്രിക്സ്, അപ്പർ ഡയഗണൽ മെട്രിക്സ് ഒക്കെ എന്തായിരിക്കും, അതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞാൽ പെട്ടെന്ന് പറയാമല്ലോ, പെട്ടെന്ന് പറയാമോ? ദ ഐഗൻ വാല്യൂ ഓഫ് ദ മെട്രിക്സ് ഏതായിരിക്കും? ഐഗൻ വാല്യൂ ഓഫ് ദ മെട്രിക്സ് ഏതാ അതിനകത്ത് വരിക? ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കാവോ? ദ ഐഗൻ വാല്യൂ ഓഫ് ദ മെട്രിക്സ് 5, 4, 1, 2 ഏതാ വരിക? 5, 4, 1, 2. What is a trace here? Trace എന്ന് പറഞ്ഞേ. Trace means എന്താണ്? Sum of diagonal elements on trace അല്ലേ? That is 5 plus 2, that is 7. അല്ലേ? So sum of eigen values must be എന്തായിരിക്കണം? എത്ര ആയിരിക്കണം? 7 ആയിരിക്കണം. അപ്പോൾ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ എ ആയിരിക്കില്ല വരിക അല്ലേ? കാരണം 2 ഐഗൻ വാല്യൂസിൻ്റെ കൂട്ടുമ്പോൾ 7 വരുന്ന ഒരേ ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ എ ആണ്. അതേപോലെ ഇവിടെ എത്ര ട്രേസ്? ഹിയർ ട്രേസ് എത്ര വരിക? ഹിയർ ട്രേസ് ഈസ് ഈക്വൽ ടു 1 + 1 + 1, ദാറ്റ് ഈസ് സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആൻഡ് ട്രേസ്, ദാറ്റ് ഈസ് 3. അപ്പോൾ സം ഓഫ് ഐഗൻ വാല്യൂ 3 വരുന്ന ഒരേ ഓപ്ഷനേ ഉള്ളൂ, ഏതാണ്? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ the diagonal elements of a diagonal matrix are 5, 1, 3. Then the eigen value of the matrix are ഏതായിരിക്കും? 5, 1, 3 itself അല്ലേ? നമുക്കറിയാം the diagonal elements of a eigen values of diagonal elements is diagonal elements itself. കാരണം ഇവിടെ നമുക്ക് സം ഓഫ് ഐഗൻ വാല്യൂ ഈസ് ഈക്വൽ ടു ട്രേസ് ആണെന്നും പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ആണെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഡു ഓൾ ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു മെട്രിക്സ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, ആരും വിടുന്നില്ലല്ലോ. ഓക്കെ, so we are moving to quantum mechanics. So quantum mechanics നമുക്കെല്ലാം പണ്ട് മുതലേ പാടാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുള്ളൂ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ ചോദിച്ച് കാണാറുള്ളൂ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? എഴുതിയേക്കാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഈ വേവ് ഫംഗ്ഷൻ എഴുതിയത് ശരിയാണോ?
ഈ വേവ് ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ ശരിയാണോ? അല്ലല്ലോ. അല്ല. ഓക്കെ, എന്താണ് വരിക? റൂട്ട് 2/L മാത്രമേ. റൂട്ട് 2/L ദെൻ സൈൻ nπx/L എന്നാണ് വരിക. ഓക്കെ, നോട്ട് വെച്ചോളാം. റൂട്ട് 2/L സൈൻ nπx/L വരുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു പറഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ ഐഗൻ വേവ് ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ, രണ്ടാമത് അതിൻ്റെ എനർജി ഐഗൻ വാല്യൂവിൻ്റെ എക്സ്പ്രഷൻ n² π² h² ഡിവൈഡഡ് ബൈ 2mL², വേർ L ഈസ് ദ വിഡ്ത്ത് ഓഫ് ദി വെൽ അല്ലേ, വിഡ്ത്ത് ഓഫ് ദി വെൽ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുപോലെയാണെങ്കിൽ, ഇതുപോലെ വെല്ലാണെങ്കിൽ ഇപ്പോൾ 0 to L മുതലാണെങ്കിൽ ഇവിടെ വാൾസിൽ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ആയിരിക്കും അല്ലേ. ഇതായിരിക്കും ഒരു പൊട്ടൻഷ്യൽ വെല്ലെന്ന് പറയുന്നത്. ഇവിടെ പാർട്ടിക്കിൾ സ്ഥിതി ചെയ്തു. ഇതാണ് പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ പ്രോബ്ലത്തിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദ പൊസിഷൻ എക്സ് എന്ന് പറയുന്നത്, ഈ ഒരു പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ അകത്ത് എക്സിൻ്റെ അതായത് പൊസിഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് L/2 ആയിരിക്കും. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെങ്കിലും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിലും ഏത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിലും എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് L/2 ആയിരിക്കും. ആൻഡ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഫോർ മൊമെൻറ്റം ഈസ് ഓൾവേസ് 0. നോട്ടി വെച്ചോളൂ. ആൻഡ് ഫോർ സിമെട്രിക് പൊട്ടൻഷ്യൽ വെൽ, എന്താണ് സിമെട്രിക് പൊട്ടൻഷ്യൽ? ഇത് സിമെട്രിക് ആണോ? ഈ വെല്ല് സിമെട്രിക് വെല്ലാണോ? എന്താണ് സിമെട്രിക് ഡിഫറൻസ്? സിമെട്രിക് ആകുമ്പോൾ ഇതുപോലെ വരും. അതായത് ഇവിടെ L/2, ഇവിടെ -L/2, ഇവിടെ ഇങ്ങനെ 0. അതായത് 0ക്ക് സിമെട്രിക് ആയിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ അതാണ് സിമെട്രിക് വെല്ലെന്ന് പറയുന്നത്. ഇത് സിമെട്രിക് അല്ല, കാരണം 0ക്ക് ഇപ്പുറത്തേക്ക് ഒന്നുമില്ല അല്ലേ. ഇതിൻ്റെ ലെങ്ത് എത്ര തന്നെയാണ്? ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? L തന്നെയല്ലേ വിഡ്ത്ത് എന്ന് പറയുന്നത്, കാരണം -L/2 മുതൽ +L/2 വരെ. ഇവിടെ വിഡ്ത്ത് L തന്നെ, പക്ഷേ ഇത് സിമെട്രിക്കും ഇത് അസിമെട്രിക്കുമാണ്. സിമെട്രിക്കിൻ്റെ കേസിൽ എന്ത് ചെയ്യും? മൊമെൻറ്റത്തിൻ്റെയും പൊസിഷൻ്റെയും എക്സ്പെക്റ്റേഷൻ വാല്യൂ ആയിരിക്കും 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ എനർജി ഐഗൻ വാല്യൂ എക്സ്പ്രഷൻ. ഇത് വേവ് ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ ഓർത്ത് വയ്ക്കുക. നീ ഈ പ്രോബ്ലം നോക്കിക്കേ. എ പാർട്ടിക്കിൾ ഈസ് കൺസ്ട്രെയിൻഡ് ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ് ഓഫ് ലെങ്ത് 2a. ലെങ്ത് 2a തന്നിട്ടുണ്ട്, ലെങ്ത് 2a വിത്ത് പൊട്ടൻഷ്യൽ V(x) ഈസ് ഈക്വൽ ടു എന്താണ്? ഇത് നമ്മുടെ ഈ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ പ്രോബ്ലത്തിൻ്റെ എക്സ്പ്ലനേഷനാണ്. ആൻഡ് ദ വെൽ ഈസ് ഡിഫൈൻ ബിറ്റ്വീൻ -a2 +a. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിൽ ഇഫ് ദ ലെങ്ത് ഈസ് നോട്ട് മെൻഷൻഡ്, നിങ്ങൾക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നോ? ഈ പ്രോബ്ലത്തിൽ അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് നോക്കുക. ഇതാണ് നമ്മൾ പ്രോബ്ലം എന്ന് പറയുന്നത്. -a മുതൽ +a വരെ. സോ ദ ലെങ്ത് ഈസ് ക്ലിയർ അല്ലേ? എത്രയാണ്? 2a അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് എ സിമെട്രിക് വെൽ. ഓക്കെ, സോ ഇഫ് ദ ലെങ്ത് ഈസ് നോട്ട് മെൻഷൻ, ഇപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലേ 2a എന്നല്ലേ. അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാനേ. സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ n = 3 ആൻഡ് n = 2. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഇതൊരു വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെല്ലാണ് ആൻഡ് ലെങ്ത് 2a ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് E3 - E2 അല്ലേ. വി നോ ദ എക്സ്പ്രഷൻ ഫോർ En എന്താണ്? ഇപ്പം പഠിച്ചോളൂ, n² π² h² ഡിവൈഡ് ബൈ 2mL² അല്ലേ. സോ n ഇവിടെ എത്രയാവും? ഫസ്റ്റ് n 3, സോ 3² π² h² ഡിവൈഡ് ബൈ 2m. L എത്രയാണ്? ലെങ്ത് എത്രയാണ്? 2a². അത് കഴിയുമ്പോൾ ഇത് കിട്ടും. ദെൻ E2 കണ്ടുപിടിക്കുക അല്ലേ. n2 കൊടുക്കുക, ലെങ്ത് സെയിം തന്നെ, അത് E2 ഇത് കിട്ടും. സോ ഡിഫറൻസ് എടുക്കുക, E3 - E2 രണ്ടും കൂടെ മൈനസ് ചെയ്യുക, നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങളുടെ ഓപ്ഷൻസിനൊന്നും ഇല്ല. ഓപ്ഷൻസ് എല്ലാം എന്ത് ചെയ്യുക?
എച്ച് കട്ടിന് പകരം എച്ച് ആണല്ലേ. സോ വി ഹാവ് ടു കൺവേർട്ട് എച്ച് കട്ട് ഇൻ ടു എച്ച്. ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. വി നോ ദാറ്റ് എച്ച് കട്ട് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 2π. അപ്പം ഇങ്ങനെയും ചോദിക്കാം. എച്ച് കട്ടിന് പകരം എച്ച് കൊടുക്കാൻ വേണ്ടി ചോദിക്കാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എച്ച് കട്ട്, ദാറ്റ് ഈസ് എച്ച് ബൈ 2π. അത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി കിട്ടും. എല്ലാവർക്കും മനസ്സിലായോ ഈ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ ഓക്കെ. ദെൻ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലമാണ്. അവിടെ എന്താണ്? അവിടെ എനർജി ഐഗൻ വാല്യൂ നോട്ട് ചെയ്ത് വെക്കുക. n+12 h കട്ട് ഒമേഗ ആൻഡ് ദെയർ ഈസ് എ 0 പോയിന്റ് എനർജി, ദാറ്റ് ഈസ് n ഈസിക്കൽ 0യ്ക്കും അവിടെ ഒരു എനർജി ഉണ്ട്. പക്ഷെ നോക്കുക, ഇൻ ദ കേസ് ഓഫ് പൊട്ടൻഷ്യൽ വെൽ ദർ ഈസ് നോ 0 പോയിന്റ് എനർജി അല്ലേ. ഇഫ് ദ n ഈസ് 0 ദെൻ എനർജി ഈസ് 0. And here the n start from 1, 2, 3. And in the case of harmonic oscillator, the n start from 0, 1, 2, 3. And here is a 0 point energy, that is half h kut omega. And it is a symmetric problem, and therefore the expectation value of position and momentum is 0. This is a symmetric problem, and the expectation value of position and momentum is 0 always. Okay. Note വെച്ചോളൂ. Then for two-dimensional harmonic oscillator, we can find the degeneracy of the system or state as n+1 ആയിരിക്കും എൻ്റെ സ്റ്റേറ്റിൻ്റെ ഡീജനറസി എന്ന് പറയുന്നത്. n മീൻസ് ആ ഒരു ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിൻ്റെ വാല്യൂ n. 0 ആണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്, 1 ആണെങ്കിൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, 2 ആണെങ്കിൽ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, അങ്ങനെ പോകുന്നു. And in the case of three-dimensional harmonic oscillator, the degeneracy of the state will be n+1 into n+2 divided by 2. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആരും പറയാൻ പെട്ടെന്ന്. വാട്ട് ഈസ് ദ ഡീജനറസി ഓഫ് ദ സ്റ്റേറ്റ് ഫോർ ദ ലെവൽ n ഈസ് ഈക്വൽ ടു 2 ഫോർ എ 3-dimensional ഐസോട്രോപിക് ഓസിലേറ്റർ? എത്ര വരും? n 2 അല്ലേ? 3-dimensional n 2 ആ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാം അല്ലേ? എന്തൊരും ഓപ്ഷൻ സി. വെരി ഗുഡ്. ഓപ്ഷൻ സി വരും അല്ലേ? അതായത് 2+1 ഇൻറ്റു 2+2 ഡിവൈഡ് ബൈ 2 അല്ലേ? ദാറ്റ് ഈസ് 3 ഇൻറ്റു 4/2 അല്ലേ? അതായത് 6. ഓക്കെ ആണോ? അപ്പോൾ ഇത് 2-dimensional ആണെങ്കിൽ ജസ്റ്റ് n+1 3-dimensional ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. Find the average potential energy of a one-dimensional harmonic oscillator in its ground state. Ground state. This is the wave function of a harmonic oscillator of the ground state. Okay. അപ്പോൾ ഇതിനകത്ത് ആൻസർ വരിക ഇത് ആൻസർ വരുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എത്രയാണ്? ഈ ഓപ്ഷൻസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എത്രയാണ്? ആൾക്കാരും പറയാം എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത്. ബട്ട് അവർ ക്വസ്റ്റ്യൻ ഈസ് ദ ആവറേജ് പൊട്ടൻഷ്യൽ എനർജിയാണ്. നമുക്കറിയാം അക്കോർഡിംഗ് ടു ഇക്വിപാർട്ടീഷൻ തിയറം ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് ഹാഫ് h കട്ട് ഒമേഗ ആണെങ്കിൽ അത് കൈനറ്റിക് എനർജിക്കും എന്ത് ചെയ്യുക, നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിക്കും എന്ത് ചെയ്യും, ഈക്വലായി അത് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എത്ര വെച്ച് വരും? ആ 1/4 h കട്ട് ഒമേഗ കൈനറ്റിക് എനർജിക്കും പ്ലസ് 1/4 h കട്ട് ഒമേഗ പൊട്ടൻഷ്യൽ എനർജിക്കും വരും. അപ്പോൾ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരിക. ശ്രദ്ധിക്കുക. ഓക്കെ. ദെൻ കമ്മിങ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് കാണുന്നുണ്ടല്ലേ? അവിടെ എന്താ നമ്മുടെ ഗോസ് ലോ ഉണ്ട്. അപ്പോൾ ആ ഗോസ് ലോയുടെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മളെ കുറേ പോയിന്റ് ചാർജ്, ലൈൻ ചാർജ്, സ്പെരിക്കൽ സിമെട്രി, സിലിണ്ടറിക് സിമെട്രി കണ്ട് നമ്മൾ കുറേ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഗോസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് ഇമ്പോർട്ടൻസ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എങ്കിലും നിങ്ങൾക്ക്
പഠിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെ അതിലെ ചില കോമൺ ആയിട്ടുള്ള എക്സ്പ്രഷനൊക്കെയാണ് കേട്ടോ. ഞാൻ ഗോസ് ലോ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന ചില റിസൾട്ടുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഈ പ്ലെയിൻ ഷീറ്റ് കേസ് നോക്കിയേ, ബാക്കി എല്ലാ കേസും നോക്കുക. ബാക്കി എല്ലാ കേസിലും ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ the radius or distance r, but in the case of the infinite plane sheet it is independent of the distance. Okay, okay, then അടുത്തത് പറയുന്നത് നമ്മുടെ കണ്ടീഷൻ ഫോർ എ ഇലക്ട്രിക് ഫീൽഡ് ടു ബി ഇലക്ട്രോസ്റ്റാറ്റിക് എന്താണ്? ഡെൽ ക്രോസ് ഈസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ വയ്ക്കുക, നിങ്ങൾക്ക് കുറേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ തരും. So which one of the following electric field is best suitable for an electrostatic field? എന്ത് ചെയ്താൽ മതി? Just take the curl, that is del cross Z, and if you get del cross Z as 0, then that electric field is an electrostatic field. Okay, then Poisson and Laplace equation. Then a Poisson equation, Laplace equation. If there is no charge, that is rho, then the Poisson equation becomes Laplace equation. We can also express this equation in CG system, that is എന്ത് ചെയ്താൽ മതി? കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഡെൽ ക്രോസ് വി ഈസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ പകരം അവർ ചോദിച്ചെന്തായിരുന്നു? ഡെൽ ക്രോസ് വി ഈസ് ഈക്വൽ ടു മൈനസ് 4π റോ എന്നായിരുന്നു. ദിസ് ഈസ് ഓൾസോ Poisson equation in CGS system. We can convert any equation in SI unit to CG system by just multiplying the right hand side of the equation with the 4π epsilon 0. That is rho by epsilon 0 ആണ് ഇതിൻ്റെ equation into 4π epsilon 0. എന്തല്ലേ? ഇത് രണ്ടോടെ ക്യാൻസൽ ആയിപ്പോട്ട് എന്ത് ചെയ്യും? മൈനസ് 4π റോ എന്ന് വരും. This is also an expression for Poisson equation. Okay, then മാക്സ്വെൽ ഇക്വേഷൻ ആൻഡ് മാക്സ്വെൽ 4 ഇക്വേഷൻ എല്ലാവർക്കും അറിയാവോ? മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഉണ്ടോ? എന്തൊക്കെയാണ് മാക്സ്വെൽ 4 ഇക്വേഷൻ? ഒന്ന് ഗോസ് ലോ, അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം, അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം. അപ്പോൾ നിങ്ങൾ മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷനും അതിൻ്റെ ഇൻ്റഗ്രൽ ഫോമും എന്ത് ചെയ്യുക? ഡിഫറൻഷ്യൽ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷൻ, ഗോസ് ലോ ആൻഡ് എന്താണ്? മാഗ്നറ്റിക് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. ഇത് ഫാരഡേസ് ലോ, അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം, ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഫോം. ആൻഡ് എന്ത് ചെയ്യുക? ആംബിയേഴ്സ് ലോ വിത്ത് മാക്സ്വെൽസ് കറക്ഷൻ അല്ലേ? ഇൻ്റഗ്രൽ ഫോം, ഡിഫറൻഷ്യൽ ഫോം. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മുടെ എല്ലാ കളിയും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഓഫ് ദി സെറ്റ് എക്സാം ഹിസ്റ്ററി. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഓഫ് ദി സെറ്റ് എക്സാം ഹിസ്റ്ററി. ഇതിൻ്റെ ആൻസർ എന്ത് വരും? സപ്പോസ് ഇൻ എ ഹൈപ്പോത്തറ്റിക്കൽ സ്പേസ് ഇഫ് ദ മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ്, then which of the following equation has to be modified? ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? ഇതാണ് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്ന പറയുന്ന ഇക്വേഷൻ. ഇതാണ് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇനി മോണോപോൾ ഇൻ കേസ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഏത് ഇക്വേഷനൊക്കെ മോഡിഫൈ ചെയ്യുക? അത് ഓപ്ഷൻ ബി തന്നെയായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. അപ്പോൾ ഇത് ഓപ്ഷൻ ബി. ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. A electric charge Q is placed at the center of a cube of side A. The electric flux through any one of the face of the cube. നമുക്കൊരു ക്യൂബ് ഉണ്ട്, അതിന് സൈഡ് എ ആണ്. ആ ക്യൂബിന് സെൻട്രലിൽ ഒരു ചാർജ് Q വെച്ചിരിക്കുന്നു. Then what will be the electric flux through any one of the face? അപ്പോൾ ആ ക്യൂബിക്കൂടെ ടോട്ടൽ ഫ്ലക്സ് എത്രയായിരിക്കും? നമുക്കൊരു ക്യൂബ് ഇങ്ങനെ ഉണ്ടെന്ന് ഓർക്കുക. ഒരു ക്യൂബ് ഉണ്ട്. അപ്പോൾ ആ ക്യൂബിന് സെൻട്രലിൽ ഞാനൊരു ചാർജ് വെച്ചു, ക്യൂ വെച്ചു. അപ്പോൾ അക്കോർഡിംഗ് ടു ഗോസ് ലോ, ദ ഫ്ലക്സ് ത്രൂ ദിസ് ക്യൂബ്, എൻറ്റയർ ക്യൂബ് അല്ലേ,
ദ ഫ്ലെക്സ് ത്രൂ ദ എൻറ്റർ ക്യൂബ് വിൽ ബി എന്തായിരിക്കും? ദ ഫ്ലെക്സ് ത്രൂ വിൽ ബി ഈസ് ഈക്വൽ ടു ദ നെറ്റ് ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇതായിരിക്കും അക്കോർഡിംഗ് ടു ഗോസ് ലോ പ്രകാരം വരിക, ഫ്ലെക്സ് വരിക. അപ്പോൾ ഇതായിരിക്കും ക്യൂബിക്കൂടെ മൊത്തം പുറത്തേക്ക് പോകുന്ന ഫ്ലെക്സ് അല്ലേ? സോ വാട്ട് വിൽ ബി ദ ഫ്ലെക്സ് ത്രൂ എനി വൺ ഓഫ് ദ ഫേസ്? ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? ഇതിലെ ടോട്ടൽ ഫ്ലെക്സ് എന്ന് പറയുന്നത്, ദിസ് ഈസ് ദ ടോട്ടൽ ഫ്ലെക്സ് ത്രൂ ദ ക്യൂബ്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഗോസ് ലോ ഇറ്റ് ഈസ് ചാർജ് നെറ്റ് ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. സോ അവർ ക്വസ്റ്റൻ ഈസ് ദ ഫ്ലെക്സ് ത്രൂ എനി വൺ ഓഫ് ദ ഫേസ്. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ സി അല്ലേ? ത്രൂ വൺ ഫേസ് എന്തായിരിക്കും? ത്രൂ വൺ ഫേസ് ഇറ്റ് ഈസ് ക്യൂ ഡിവൈഡഡ് ബൈ 6 എപ്സിലോൺ 0 അല്ലേ? Q divided by 6 epsilon 0 is the answer through one phase. Then equation of continuity ആർക്കെങ്കിലും അറിയാമോ ഇതിനകത്തുനിന്ന്? Which option is represent the equation of continuity? ആർക്കെങ്കിലും പറയാമോ? Which option represent the equation of continuity? നിങ്ങൾ പി വൈ ക്വസ്റ്റ്യൻ നോക്കിയില്ലേ? ഓപ്ഷൻ ബി. വെരി ഗുഡ്. ഓപ്ഷൻ ബി വെരി ഗുഡ്. ഓപ്ഷൻ ബി ഈസ് ദ റെപ്രസെന്റ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. എല്ലാവരും പഠിച്ചു വെച്ചോണം. ഓപ്ഷൻ ബി ഈസ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ദാറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ഡെൻസിറ്റി ആൻഡ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ. ദെൻ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി നോക്കുവാണെങ്കിൽ അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്രം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, വാട്ട് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ദ ഫസ്റ്റ് ലൈൻ ഓഫ് ലൈമൻ സീരീസ് ആൻഡ് ഫസ്റ്റ് ലൈൻ ഓഫ് ബാമർ സീരീസ്? നോക്കിയാൽ ഓരോ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ? ലൈമൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് ഓരോന്നും കാണുന്ന റീജിയൻ യു വി കാണുന്നു. ബാമറാണ് വിസിബിളി കാണുന്നത്. ബാക്കി മൂന്നും IR ൽ കാണുന്നു. ദെൻ ലൈമൻ്റെ N1 സ്റ്റാർട്ട് ചെയ്യുന്നത് 1, N2 2, 3, 4, 5 അതൊക്കെ അറിയാമല്ലോ അല്ലേ? then ഇതിന് N2ൻ്റെ പോസിബിൾ വാല്യൂസ്. ഇപ്പോൾ ലൈമണിൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? N1 എന്ന് പറയുന്ന 1ഉം N2 എന്ന് പറയുന്ന 2 ആയിരിക്കും. ദ ഫസ്റ്റ് ലൈൻ ഓഫ് ബാമർ സീരീസ് വിൽ ബി N1 2ഉം N2 3. അങ്ങനെ നിങ്ങൾ അതൊക്കെ അറിയാലോ അല്ലേ? ഇത് ഹൈഡ്രജൻ സ്പെക്ട്രം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി. അത് പഠിക്കണം. ദെൻ ലാൻഡേജ് ഇ ഫാക്ടർ. ഇതെല്ലാവർക്കും അറിയാമോ ലാൻഡേജ് ഇ ഫാക്ടർ? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ലാൻഡേജ് ഇ ഫാക്ടർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ലാൻഡേജ് ഇ ഫാക്ടർ. ദാറ്റ് ഈസ് 1 + j × j + 1 + s × s + 1 minus L × L + 1 divided by 2 × j × j + 1. So here the spectral term or term symbol is 3d3. And if a term symbol is given, we must have an idea of what is the value of j, what is the value of s, and what is the value of l. Otherwise, we can't do this problem. So how can we identify the value of l, s, and j from a given term symbol? എങ്ങനെ ചെയ്യാം? We know that the general expression for a term symbol is 2s + 1 lj എന്നാണ്. 2s + 1 lj. So comparing this general expression with this given 3d3, simply j is equal to j is equal to 3. j കിട്ടി. Okay. Then 2s + 1, that is pin multiplicity is given as 3 അല്ലേ? 3 അല്ലേ? 2s + 1 3. So 2s is equal to 3 - 1 2 and s is equal to 1. So s കിട്ടി, j കിട്ടി, s കിട്ടി. Then what will be the value of l? l എങ്ങനെ എഴുതാം? നമുക്കറിയാം s p d f. ഇതെല്ലാം സബ്ഷെൽ അല്ലേ?
അപ്പോൾ എസിന് കറസ്പോണ്ടിങ് ആയിട്ട് എൽ വാല്യൂ എന്ന് പറയുന്നത് 0, പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എൽ വാല്യൂ 1, ഡിക്ക് 2, എഫിന് 3. ഇങ്ങനെയാണ് പോകുന്നത്. സോ ഹിയർ ഡി അല്ലേ, ഇവിടെ എത്രയാണ് 3D3 ആണ്. സോ ഹിയർ ഡി, സോ എൽ വാല്യൂ ഈസ് ഈക്വൽ ടു എത്രയാണ്, എൽ ഈസ് ഈക്വൽ ടു 2. അപ്പം 3 കിട്ടി, എൽ കിട്ടി, എസ് കിട്ടി, ജെയും കിട്ടി. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ values in this equation and simplify. We'll get the answer as 4/3. Okay. അപ്പോൾ ഇതാണ് ലാൻഡേജ് ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻ. 1 സെപ്പറേറ്റ് ടേം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടിഎംസിൽ കിട്ടിയ നിങ്ങൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണം. ഇതായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എല്ലിൻ്റെ വാല്യൂവും ജെയുടെ വാല്യൂവും എസിൻ്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡിറൈവ് ചെയ്തെടുക്കുക. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ലാൻഡേജ് ഫാക്ടർ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ ലാൻഡേജ് ഫാക്ടർ? ഓക്കെ. ദെൻ നമ്മുടെ ഇൻ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി അല്ല നമുക്ക് എന്തൊക്കെയുണ്ട്, നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്ര അല്ലെങ്കിൽ മൈക്രോവേവ് സ്പെക്ട്ര ആക്റ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ വൈബ്രേഷൻ സ്പെക്ട്ര അല്ലെങ്കിൽ IR ആക്റ്റീവ് ഉണ്ട്. ദെൻ രാമൻ സ്പെക്ട്ര, ഇങ്ങനെ പല പല സ്പെക്ട്രകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ് ഒരു മോളിക്യൂൾ റൊട്ടേഷൻ സ്പെക്ട്രം എക്സിസ്റ്റുള്ള കണ്ടീഷൻ പറയുന്നത് ആർക്കെങ്കിലും അറിയാമോ? വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ എ മോളിക്യൂൾ ടു ഷോ റൊട്ടേഷൻ സ്പെക്ട്രം ഓർ മൈക്രോവേവ് ആക്റ്റീവ്? ആർക്കെങ്കിലും അറിയാവോ? വെരി ഗുഡ്. അതായത് ഒരു മോളിക്യൂൾ റൊട്ടേഷൻ സ്പെക്ട്രം അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് ആയിരിക്കണമെങ്കിൽ അവിടെ ഒരു പെർമനൻറ്റ് ഡൈപോമൻ ഉണ്ടായിരിക്കണം അല്ലേ. ഫോർ എ മോളിക്യൂൾ ടു ബി റൊട്ടേഷൻ സ്പെക്ട്രം ഓർ മൈക്രോവേവ് ആക്റ്റീവ്, ഇതിൻ്റെ പേര് മറ്റൊരു പേരാണ് മൈക്രോവേവ് ആക്റ്റീവ്. റൊട്ടേഷൻ സ്പെക്ട്രം ഓർ മൈക്രോവേവ് ആക്റ്റീവ് എന്ത് സംഭവിക്കണം? there must be a permanent dipole moment അല്ലേ. അപ്പോൾ ഇതിലേതാ അത് കാണിക്കാത്ത ഏതായിരിക്കും? വിച്ച് ഓപ്ഷൻ? ഓപ്ഷൻ ബി കറക്റ്റ് ഉണ്ടോ? അപ്പോൾ HBr എന്താണ്? H പ്ലസ് ബി മൈനസ്, ഇറ്റ് ഈസ് ഡൈപോൾ. HCl ആകുമ്പോൾ H പ്ലസ് Cl minus, it is dipole. And CO, C plus, oxygen minus, ഇതും ഡൈപോൾ ആണ്. In the case of N2, N പ്ലസ് അല്ലെങ്കിൽ രണ്ടും സെയിം ചാർജ് അല്ലേ. അപ്പോൾ ഒരിക്കലും സോ ഹോമോ ന്യൂക്ലിയർ മോളിക്യൂൾ ഡു നോട്ട് ഷോ റൊട്ടേഷൻ സ്പെക്ട്രം അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് ആയിരിക്കില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോർ എ മോളിക്യൂൾ ടു ബി റൊട്ടേഷൻ സ്പെക്ട്രം ഓർ മൈക്രോവേവ് ആക്റ്റീവ് ഇറ്റ് മസ്റ്റ് ഹാവ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. ആൻഡ് വാട്ട് ഈസ് എ കണ്ടീഷൻ ഫോർ എ മോളിക്യൂൾ ടു ഷോ വൈബ്രേഷൻ സ്പെക്ട്രം ഓർ IR ആക്റ്റീവ് എന്തായിരിക്കണം? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. There must be a change in dipole moment to be a molecule to exhibit rotational IR spectra or vibrational spectra. Okay, there must be a change in dipole moment, and here there must be a permanent dipole moment. And what is the condition for a molecule to be Raman active? Change in polarizability. Change in polarizability. Very good. So option C. Okay, then water, that is H2O molecule does not possess center of symmetry. Then all of its vibration are എന്താണ്? If there is no center of symmetry, all of its vibration, that is all of its IR modes are, vibration is IR അല്ലേ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി. അതായത് തന്നിരിക്കുന്ന മോളിക്യൂളിന് പ്രത്യേകിച്ച് H2O നമുക്ക് എന്താണ്? H2O എന്ന് പറയുമ്പോൾ എന്താണ്? H ഇങ്ങനെ ആയിരിക്കുന്നത് അല്ലേ. സോ ദർ ഇസ് നോ സെൻറ്റർ ഓഫ് സിമെട്രി. ആൻഡ് ഇഫ് ദർ ഇസ് നോ സെൻറ്റർ ഓഫ് സിമെട്രി, അതിൻ്റെ എല്ലാ IR ആക്റ്റീവ് മോഡ്സ് എന്ത് തന്നെ ആയിരിക്കും? രാമൻ ആക്റ്റീവ് ആയിരിക്കും. ആൻഡ് ഇഫ് ദർ ഈസ് എ സെൻറ്റർ ഓഫ് സിമെട്രി ലൈക്ക് CO2,
that is CO2, there is a center of symmetry, അല്ലേ? So in that case, if one mole is IR active, then that is not Raman active. Raman inactive ആയിരിക്കും. നേരെ തിരിച്ചു അങ്ങനെ. സെൻട്രോസിമെട്രി ഇല്ലെങ്കിൽ എല്ലാ മോൾസും IR ആക്റ്റീവും രാമൻ ആക്റ്റീവും ആയിരിക്കും. സെൻട്രോസിമെട്രി ഉണ്ടെങ്കിൽ രാമൻ ആക്റ്റീവ് ആയിട്ടുള്ളവ IR ആക്റ്റീവ് ആയിരിക്കില്ല, IR ആക്റ്റീവ് ആയിട്ടുള്ളവ രാമൻ ആക്റ്റീവ് ആയിരിക്കില്ല. ആൻഡ് ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ്, എന്താണ് ആ പ്രിൻസിപ്പളിൻ്റെ പേര്? ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് എന്താണ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അല്ലേ? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, then coming to classical mechanics, എന്ത് ചെയ്യുക? You must have an idea about the Lagrange equation of and important expression for Lagrange of important systems. ഏതൊക്കെയാണ്? നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലെ ഒരു ചാർജ്ഡ് പാർട്ടിക്കലിൻ്റെ കേസിലെ ലഗ്രാഞ്ചിൻ്റെ എക്സ്പ്രഷൻ ഓർത്ത് വയ്ക്കണം. Then simple pendulum is very important. The expression for L for a simple pendulum and for a compound pendulumത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ലഗ്രാഞ്ചിൻ്റെ എക്സ്പ്രഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഫോർ എ ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ എന്താണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? എന്താണ്? L is equal to just L is equal to T minus V, അല്ലേ? പൊട്ടൻഷ്യൽ എനർജി മൈനസ് കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് L. ഇതൊക്കെയാണ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റങ്ങളുടെ ലഗ്രാഞ്ചിൻ്റെ എക്സ്പ്രഷൻ. ആൻഡ് ദിസ് ഈസ് എ ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ ഓർ Legendre transformation, അല്ലേ? That is, if we know the L of a system, if we know the Lagrange of a system, we can find out the corresponding Hamiltonian. And vice versa, that is, if we know the H, that is Hamiltonian of a system, we can find the Lagrangian L of that corresponding system. Okay, this is the Hamilton's equation of motion. Then Q dot is equal to dou H by dou P, and P dot is equal to P is equal to minus dou H by dou Q. Okay, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഒക്കെയാണേ. നോട്ട് ചെയ്ത് basic idea of this problem is that L, that is L is a function of Q അല്ലെങ്കിൽ X, Q dot and T, and H is a function of Q, position, momentum and T. ഇതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അത് വെച്ച് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചോദിച്ച് കാണാറുണ്ട്. ദാറ്റ് ഈസ്, ഇഫ് ദ ലഗ്രാഞ്ചിയൻ ഓഫ് എ ഡൈനാമിക്കൽ സിസ്റ്റം ഇൻ എ 2 dimension ആണ്, ഈസ് L is equal to half m x dot square plus m x y x dot y dot, then its Hamiltonian is, no, the Lagrangian is given, we have to find the corresponding Hamiltonian. It is a 2-dimensional problem because എന്താണ്, x ഉണ്ട് y ഉണ്ട്. സോ നമുക്കറിയാം L is a function of എന്താണ്, ഇവിടെ x dot y dot, അല്ലേ, ആൻഡ് t. സോ നിങ്ങൾക്കറിയാം ഹാമിൽട്ടോണിയൻ മസ്റ്റ് ബി എ ഫങ്ഷൻ ഓഫ് കറസ്പോണ്ടിങ് x px ആൻഡ് y py, അല്ലേ, ദെൻ t, അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എക്സ് ഡോട്ടിൻ്റെ മാറ്റി എന്തിലേക്ക് മാറ്റണം? പി എക്സിലേക്കും വൈലോട്ട് മാറ്റി എന്തിലേക്ക് മാറ്റണം? പി വൈയിലേക്ക് മാറ്റണം. സോ ഇഫ് ലഗ്രാഞ്ചിയൻ ഈസ് ഗിവൺ, എന്ത് ചെയ്യുക? ഫസ്റ്റ് എന്ത് ചെയ്യുക? ഡോ എൽ ബൈ ഡോ എക്സ് അങ്ങ് എടുക്കുക. ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് അങ്ങ് എടുക്കുക. ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്, അതെന്ത് വരും? എം എക്സ് ഡോട്ട്, അല്ലേ. ഇത് വരുമ്പോൾ എന്ത് വരും? ഇവിടെ ഫസ്റ്റ് ടൈം എന്ത് വരും? ഹാഫ് ഇൻറ്റു എം എക്സ് ഡോട്ട്, അതിന് എന്ത് വരും? 2 x വരും, അല്ലേ. 2 ഇൻറ്റു ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ആൾ ടൈം വഴി എഴുതിയേക്കുന്നത് എം എക്സ് ഡോട്ട്, അല്ലേ, പ്ലസ് സെക്കൻഡ് ടൈം എന്ത് വരും? എം വൈ ഡോട്ട് വരും, അല്ലേ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോട്ട് ആകുമ്പോഴത്തേനും. ഓക്കെ അല്ലേ.
and that is Px. This is the conjugate momentum അല്ലേ. That is നമുക്കറിയാം Px is equal to dou L by dou x dot ആണ്. അതേപോലെ Py is equal to dou L by dou y ഡോട്ടും ആണ്. ഇതാണ് കോൺജുഗേറ്റ് മൊമെൻ്റ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ദ കോൺജുഗേറ്റ് മൊമെൻറ്റാസ് പി എക്സ് ആൻഡ് പി വൈ. സോ പി എക്സ് കിട്ടി. ദെൻ ടേക്ക് പി വൈ, അത് ഈസ് ഡോ എൽ ബൈ ഡോ വൈ ഡോട്ട്, അതും കിട്ടി. അത് നമുക്ക് എന്ത് ചെയ്യണം ഇനി? സോ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എക്സ് ഡോട്ടിനെ വൈ ഡോട്ടിനെ എന്തിലേക്ക് മാറ്റണം? ഇൻ ടേംസ് ഓഫ് പി ആക്കണം അല്ലേ. സോ ഫ്രം ദിസ് എന്ത് കിട്ടും? എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു പി വൈ ബൈ എം അല്ലേ. പി വൈ ബൈ എം കിട്ടും. ഓക്കെ അല്ലേ. സോ പുട്ട് ദിസ് എക്സ് വാല്യൂ ഓഫ് എക്സ് ഡോട്ട് ദാറ്റ് ഈസ് പി വൈ ബൈ എം ഇൻ ഈസ് ഇക്വേഷൻ അല്ലേ. അപ്പം എന്ത് വരും? എം ഇൻറ്റു പി വൈ ബൈ എം പ്ലസ് എം വൈ ഡോട്ട്, അതായത് പി വൈ പ്ലസ് എം വൈ ഡോട്ട് ഈസ് ഈക്വൽ ടു പി എക്സ് എന്ന് കിട്ടും. സോ ഫ്രം ദിസ് നമുക്ക് വൈ ഡോട്ടിനെ എന്തിലേക്ക് മാറ്റാം? ഇൻ ടേംസ് ഓഫ് പി എക്സ് പി വൈ ആക്കാൻ പറ്റും. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എക്സ് ഡോട്ടിനെയും വൈ ഡോട്ടിനെയും എന്തിലേക്ക് മാറ്റി? ഇൻ ടേംസ് ഓഫ് പിയിലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? വി ഹാവ് ടു അപ്ലൈ ദ ഹാമിൽട്ടൺ ഫോർമുലേഷൻ ഇക്വേഷൻ അല്ലേ. എന്താണ്? പി ക്യൂ ഡോട്ട് മൈനസ് എൽ ഈസ് ഈക്വൽ ടു എച്ച്. ഇപ്പം എന്ത് ചെയ്യുക? ഇവിടെ പിക്ക് വരും ആദ്യം ഫസ്റ്റ് പി എക്സ് ക്യൂ ഡോട്ടിന് പകരം എക്സ് ഡോട്ട് പ്ലസ് പി വൈ വൈ ഡോട്ട് മൈനസ് എൽ അല്ലേ. സോ പി എക്സ് എക്സ് ഡോട്ട് എന്ത് കൊടുക്കുക? പി വൈ ബൈ എം കൊടുക്കുക. എക്സ് ഡോട്ടിന് പി വൈ ബൈ എം കൊടുക്കുക. അപ്പോൾ എന്തൊരും? പി എക്സ് അത് പി വൈ ബൈ എം കൊടുക്കുക പ്ലസ് പി വൈ, അടുത്തത് പി വൈ വൈ ഡോട്ടിന് പകരം എന്ത് കൊടുക്കുക? പി എക്സ് മൈനസ് പി വൈ ബൈ എം കൊടുക്കുക മൈനസ് എൽ എത്രയാണ്? എൽ ഈസ് ഗിവൺ അസ് ഹാഫ് എം എക്സ് ഡോട്ട് മൈനസ് എം എക്സ് ഡോട്ട് വൈ ഡോട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യണം അല്ലേ. നിങ്ങൾക്ക് അതിന് മുന്നോടിയായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ എഴുതുന്നതിന് മുന്നേ തന്നെ ശരി. അത് അപ്പോൾ നമ്മൾ ഇപ്പോൾ എഴുതുപോലെ തന്നെ എന്ത് ചെയ്യുക? പി എക്സ് എക്സ് ഡോട്ടിന് പകരം പി വൈ ബൈ എം പ്ലസ് പി വൈ വൈ ഡോട്ട് എന്ന് പറയുന്നത് പി എക്സ് മൈനസ് പി വൈ ബൈ എം മൈനസ് എൽ അല്ലേ. എൽ എന്താണ്? ഹാഫ് എം എക്സ് സ്ക്വയർ എത്ര വരും? പി വൈ സ്ക്വയർ ബൈ എം സ്ക്വയർ അല്ലേ പ്ലസ് ഹാഫില്ല എം എക്സ് ഡോട്ട് ഈസ് പി വൈ ബൈ എം ഇൻറ്റു ദെൻ പി എക്സ് മൈനസ് പി വൈ ബൈ എം. ഇനി സിംപ്ലിഫൈ ചെയ്താൽ വേണ്ടി സിംപ്ലിഫൈ ചെയ്താൽ മതി. ദെൻ സിംപ്ലിഫൈ ദിസ്. നമുക്ക് കുറേ തേമൊക്കെ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. സിംപ്ലിഫൈ ദിസ് ഇക്വേഷൻ ദെൻ വി വിൽ ഗെറ്റ് ദ റെഡ്യൂസ്ഡ് ഫോം ആസ് ദിസ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Okay, so you can expect this kind of transformation equation. That is, if L is given, find LH തിരിച്ച്, and if H is given, find the value of L. Okay. Then coming to start mech, നമുക്കിവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ എൻസംബിളൊക്കെ അല്ലേ. എൻസംബിളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. നമുക്ക് ഏതൊക്കെ എൻസംബിൾ അറിയാം? ദർ ഈസ് കാനോണിക്കൽ എൻസംബിൾ ഉണ്ട്, ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾ ഉണ്ട്, ദെൻ മൈക്രോ
കാനോണിക്കൽ എൻസെമ്പിളും ഉണ്ട്. അപ്പോൾ ഈ 3 എൻസെമ്പിളിൻ്റെയും കോൺസ്റ്റൻറ്റ് ക്വാണ്ടിറ്റി ഏതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? വോളിയം എല്ലാത്തിനും ഉണ്ടല്ലേ. ഇവിടെ എന്തൊക്കെ വരിക? എനർജി, വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ആൻഡ് കാനോണിക്കൽ എന്തൊക്കെ വരും? ടെമ്പറേച്ചർ, വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇൻ ദ കേസ് ഓഫ് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ എന്തൊക്കെ വരും? ടെമ്പറേച്ചർ ആൻഡ് കെമിക്കൽ പൊട്ടൻഷ്യൽ. ഓക്കെ, എല്ലാത്തിനും എന്താ കോമൺ ആയിട്ടുള്ളത്? വോളിയം ഈസ് കോമൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കണേ. ദെൻ ഇതിന് ആൻസർ പറഞ്ഞേ. മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ ഈസ് ദ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സിസ്റ്റം ഹാവിങ് സെയിം വിച്ച് ഓപ്ഷൻ? എന്തോ? ഓക്കെ ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ? ആരും കാണത്തില്ല? സ്ക്രീൻ പ്രസന്റ് ചെയ്തേക്കുവാണല്ലോ ഞാൻ. ഇപ്പം കാണുന്നുണ്ടോ? സ്വാലിഹ കാണുന്നുണ്ടോ? ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ? സ്വാലിഹ, പർവീൻ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീന്? ഓക്കെ, അപ്പോൾ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി, എനർജി, വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ? എനർജി, വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. ഡാഷ് എൻസെമ്പിൾ allows for the exchange of both energy and particles with a reservoir. ഏതാണ്? Dash ensemble allows for the exchange of both energy and particles with a reservoir. ഗ്രാൻഡ് കാനോണിക്കൽ അല്ലേ? കാരണം അവിടെ എന്താണ്? അവിടെ എനർജിയും നമ്പർ ഓഫ് പാർട്ടിക്കിളും എന്ത് ചെയ്യുക? കൺസേർവ്ഡ് അല്ല, അത് എക്സ്ചേഞ്ച് ചെയ്യും അല്ലേ? സോ യു മസ്റ്റ് ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദ 3 ഇമ്പോർട്ടൻറ്റ് എൻസെമ്പിൾസ്. ഇതൊക്കെ അറിയാലോ അല്ലേ? നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ലോഗ് ഒമേഗ. ഓക്കെ, ദെൻ നമ്മുടെ ഡി ബ്രോയിൽ വരുന്നതായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഡ ഈസ് ഈക്വൽ ടു h/p അല്ലെങ്കിൽ h/mv എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡി ബ്രോഗ്ലി വരുന്നത് ലാംഡ ഈസ് ഈക്വൽ h/p അല്ലെങ്കിൽ h/mv. ഓക്കെ, ദെൻ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റംസ് അല്ലേ? നമുക്കറിയാം വി ഹാവ് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ആൻഡ് 14 ബ്രാവിയസ് ലാറ്റിസസ് അല്ലേ? അപ്പോൾ ആ സിസ്റ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്ക് പഠിച്ചിരിക്കണം. യു മസ്റ്റ് ഹാവ് എ ഐഡിയ അബൌട്ട് ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ആൻഡ് കറസ്പോണ്ടിങ് ദെയർ പ്രോപ്പർട്ടീസ് ഇൻ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ഓർ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. ഇതൊക്കെയാണ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, about coordination number, the value of atomic radius. Coordination number for simple cubic is 6, and for BCC it is 8, and for FCC it is 12. Okay,
ഇതൊക്കെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ പോയിൻറ്റ്സുകളാണ്. ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും? വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഇൻ ദ കേസ് ഓഫ് FCC? 8 ആണോ? 12. 8 എന്തിനാണ്? 6 എന്തിനാണ്? ആ, ഹെക്സഗണലിന് എത്ര ഹെക്സഗണലിൻ്റെ എത്രയാ? ഹെക്സഗണലിൻ്റെ എത്രയാണ്? ഹെക്സഗണലിന് 12 തന്നെയല്ലേ? 12. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ ദ റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് എ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് എന്താണ്? സിമ്പിൾ ക്യൂബിക് തന്നെ. ഓക്കെ, ദ റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് BCC എന്താണ്? റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് FCC എന്താണ്? ആ, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ദെൻ ദ ഫസ്റ്റ് ബ്രില്ലോയിൻ സോയിൻ്റെ ആ റേഞ്ച് പറഞ്ഞേ. ഫസ്റ്റ് ബ്രില്ലോ ഓപ്ഷൻ എ അല്ല, -π/a മുതൽ +π/a ആണ്. എന്താണ് K എന്ന് പറയുന്നത്? എന്താണ് K? K എന്താ ഇവിടെ? വേവ് വെക്ടർ അല്ലേ? A is the lattice parameter. സോ നിങ്ങൾക്ക് ഇതേപറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടായിക്കണേ. FCCയുടെ കോർഡിനേഷൻ നമ്പർ, റെസിപ്രോക്കൽ ലാറ്റിസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇത് ബ്രാഗ്സ് ലോ എല്ലാവർക്കും അറിയാമല്ലോ. ബ്രാഗ്സ് ലോ എല്ലാവർക്കും അറിയാമോ? ബ്രാഗ്സ് ലോ എന്താണ്? വാട്ട് ഇസ് എ കണ്ടീഷൻ ഫോർ ബ്രാഗ്സ് ലോ? ആ, എന്തിന് കണ്ടീഷനാണ് ഇത്? എന്തിന് കണ്ടീഷനാണ് ഇത്? ഫോർ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിന് കണ്ടീഷൻ അല്ലേ? ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, എല്ലാം പറയാനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ, ദെൻ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, ഇതൊക്കെ എൻ്റെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇക്വേഷനാണ്. എന്താണ്? റേഡിയസിൻ്റെ അല്ലേ? റേഡിയസ് ഈക്വൽ ടു R0 ഇൻറ്റു A⁻⁴. R0 എന്താണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് R0? 1.2 അതായത് 1.2 ഇൻറ്റു ഫെർമി മീറ്റർ അല്ലേ? അല്ലെങ്കിൽ 1.2 ഇൻറ്റു 10⁻⁻15 മീറ്റർ. ഓക്കെ, A എന്താണ്? A ഈസ് ദ മാസ് നമ്പർ. നോക്കിക്കേ, ദ റേഡിയസ് ഓഫ് എ ന്യൂക്ലിയസ് ഇസ് ഗിവൺ and measured to be 4.8 to 10⁻13 centimeter. So the radius of magnesium can be estimated to be. എങ്ങനെ ചെയ്യും അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ടേക്ക് ദ റേഷ്യോ മെത്തേഡ് അല്ലേ? നമുക്ക് കോപ്പറിൻ്റെ മഗ്നീഷ്യം R0 ഡിവൈഡ് ചെയ്യുമ്പോൾ R0 രണ്ടിന് ശരിയായ കോമൺ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ A വെച്ച് നിങ്ങൾ ചെയ്യുക. ഒന്നിന് റേഡിയസ് നമുക്കറിയാം. ദെൻ വി കൻ ഫൈൻഡ് ഔട്ട് ദ റേഡിയസ് ഓഫ് ദ അതർ. കാരണം നമുക്ക് രണ്ടിൻ്റെ മാസ് നമ്പർ അറിയാം. എന്താണ് മാസ് നമ്പർ? ഏതാണ്? 27ഉം 64ഉം. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലേ? എബൌട്ട് റേഡിയസ്. ഓക്കെ അല്ലേ എല്ലാവരും? അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നിൻ്റെ റേഡിയസ് തന്നിട്ട് മറ്റേതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കുക. മാസ് നമ്പർ തരും. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ റേഷ്യോ മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക? റേഷ്യോ മെത്തേഡ് ഫോളോ ചെയ്യുക. യു മസ്റ്റ് ഫോളോ ദ റേഷ്യോ മെത്തേഡ്. ഓക്കെ, ദെൻ ദ ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ന്യൂക്ലിയർ ഫോഴ്സസ് ആൻഡ് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ പാർട്ടിക്കിൾ ഫിസിക്സിൽ നമുക്ക് കുറേ
എലമെൻ്ററി പാർട്ടികളൊക്കെ ഉണ്ടല്ലേ, ലെപ്റ്റോൺസ്, മിസോൺസ്, ബാരിയോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ എവിടെയൊക്കെ വന്ന് നിങ്ങൾക്ക് ഐഡിയ അറിയാമോ? നിങ്ങൾക്ക് ഏതൊക്കെയാണ് ലെപ്റ്റോൺസ് വരുന്നത്? ഇലക്ട്രോൺ, മ്യൂൺ, ടോൺ, അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ. ഏതൊക്കെയാണ് മെസോൺസ്? പ്രോട്ടോണൊക്കെ എന്താണ്? മെസോണാണ്. പിന്നെ ബാരിയോൺസിൽ വരുന്ന ഏതൊക്കെയാണ്? സോറി, പ്രോട്ടോണൊക്കെ ബാരിയോൺസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കണേ. ഏതൊക്കെ എലമെൻ്ററി പാർട്ടിക്കിൾ ഏതൊക്കെ ഗ്രൂപ്പിൽ വരുന്നതിനെ പറ്റി നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എലമെൻ്ററി പാർട്ടികൾ നമുക്ക് കുറേ കൺസർവേഷൻ ലോസ് ഉണ്ടല്ലേ. അതായത് അത് ചാർജ് ഒബേ ചെയ്യണം, ലെപ്റ്റോൺ നമ്പർ ഒബേ ചെയ്യണം, ബാരോൺ നമ്പർ ഒബേ ചെയ്യണം, മെസോൺ നമ്പർ ഒബേ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഐസ് സ്പിൻ ഒബേ ചെയ്യണം. അതിങ്ങനെ എല്ലാം ഒബേ ചെയ്യുക മാത്രമേ ആ റിയാക്ഷൻ എന്താവുള്ളൂ, പോസിബിൾ ആയിരിക്കുള്ളൂ. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ആർ കോൾഡ് കൺസർവേഷൻ ലോസ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഒരു റിയാക്ഷൻ പോസിബിൾ ആകണമെങ്കിൽ പല പല കൺസർവേഷൻ ലോസ് ഉപയോഗ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റിയാക്ഷൻ നോക്കിക്കേ. ഈ റിയാക്ഷനിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ലോ ഓഫ് കൺസർവേഷൻ ഈസ് ഫോർബിഡൻ? എന്താണ് വരിക? ഇവിടെ മ്യൂൺ നമ്പർ ഓക്കെയാണോ? മ്യൂൺ നമ്പർ ഓക്കെയാണോ? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മ്യൂൺസ് ഇല്ല. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല, മ്യൂൺസ് നമ്പർ ഇല്ല. ഇലക്ട്രോൺ നമ്പർ 1 അതുണ്ട് അല്ലേ. ദെൻ മൊമെൻറ്റം എനർജി നമുക്കറിയില്ല. ദെൻ വാട്ട് ഔട്ട് ബാരോൺ നമ്പർ? അത് കൺസേർവ് ആണോ ബാരോൺ നമ്പർ? ഇവിടെ എത്ര ബാരോൺ ഉണ്ട്? ഇവിടെ +1 ഉണ്ടല്ലേ. ഇവിടെയോ? ഇവിടെ ഇല്ല, ഇവിടെ 0യാ. അപ്പോൾ അത് കൺസേർവ്ഡ് ഇവിടെ അല്ല. ദെൻ വാട്ട് ഔട്ട് മെസോൺ നമ്പർ? വാട്ട് അബൌട്ട് ചാർജ്? What about charge? Is the charge is conserved or not? ഇവിടെ എത്രയാണ്? പ്ലസ് ഓർ മൈനസോ? ഇവിടെ 0 അല്ലേ ചാർജ് അല്ലേ? ഇവിടെയോ? What is the charge of electron neutrino? 0 അല്ലേ? ഇവിടെ മൈനസ്. And here the charge is also not conserved. But from options, the most suitable answer is the baryon number. Option B is the answer. Then the quark structure of delta plus ഏതാണ്? അറിയാമോ ആർക്കെങ്കിലും? Quark structure of UUU. ഓപ്ഷൻ എ അല്ലേ? അപ്പ്. അതെങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു? യുവിൻ്റെ ചാർജ് എത്ര? യുവിൻ്റെ എത്രയാണ്? യുവിൻ്റെ 2/3. ഡിയുടെ എത്രയാണ്? എസിൻ്റെ -1/3. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം എന്താണ് നമുക്കിവിടെ +2 വരണം അല്ലേ? +2 വരണം. സോ യു എന്നത് വരും 2/3 + 2/3 + 2/3 അല്ലേ? 3 കോമൺ. 2 + 2 + 2 6, ദാറ്റ് ഈസ് 2. 2 വരുന്ന ഒരു ഓപ്ഷൻ യു മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒമേഗ മൈനസ് വാട്ട് അബൌട്ട് ഒമേഗ മൈനസിന് എത്രയാണ്? ഒമേഗ എസ് അല്ലേ? -1/3 -1/3 -1/3 -1 വരും. -1 വരും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. എന്താ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഷെൽ മോഡൽ? എന്താണ്? എ കാൽസ്യം ന്യൂക്ലിയസ് ഈസ് ഗിവൺ ആൻഡ് യൂസിങ് ദ ഷെൽ മോഡൽ
സിംഗിൾ പാർട്ടിക്കിൾ സ്റ്റേറ്റ് ഓക്യുപ്പൈഡ് ബൈ ദ ലാസ്റ്റ് പ്രോട്ടോൺ ആൻഡ് ലാസ്റ്റ് ന്യൂട്രോൺ. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു കാൽസ്യം ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. 20 calcium 41. Here number of proton is the atomic number itself, that is 20, and number of neutron is 41 minus 20, that is 21. അത് നമുക്ക് എന്ത് ചെയ്യാം? പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ 20 21 ഉണ്ട്. അപ്പോൾ ഇതാണ് ഷെൽ മോഡൽ പ്രകാരം പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോണ് ഫില്ലാകുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ആദ്യം S1/2 പോവും, പിന്നെ P3/2, പിന്നെ P1/2, D5/2. ഇങ്ങനെയാണ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ന്യൂട്രോൺസ് ഫില്ലാകുന്ന ഓർഡർ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഷെൽ മോഡൽ. നമുക്ക് എന്ത് ചെയ്യുക? ആദ്യം ഈ 20 പ്രോട്ടോൺ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. S1/2 എത്ര എണ്ണം കൊള്ളും? 2 എണ്ണം കൊള്ളും അല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1/2 ആയതുകൊണ്ട് 2s+1, ദാറ്റ് ഈസ് 2 × 1/2 + 1, ദാറ്റ് ഈസ് 2. അതുപോലെ P3/2 എത്ര വരും? 2 × 3/2 + 1, ദാറ്റ് ഈസ് 3 + 1 4. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ S 2 എണ്ണം കൊടുത്തു, Pയിൽ 4 എണ്ണം കൊടുത്തു, P1/2 2 എണ്ണം, D5/2 6 എണ്ണം, S1/2 2 എണ്ണം, D3/2 4 എണ്ണം. അപ്പോൾ 20 എണ്ണമായി. അപ്പോൾ 20 അറേഞ്ച് ചെയ്തപ്പം പ്രോട്ടോൺ മുതൽ ലാസ്റ്റ് സെൽ എത്രയാണ്? D3/2 ആണ്. അപ്പോൾ ഓപ്ഷൻ എയും വരില്ല, ഓപ്ഷൻ സിയും വരില്ല. സോ ഓപ്ഷൻ ബിയോ ഡിയോ ആകാം അല്ലേ? ദാറ്റ് ഈസ് D3/2. പക്ഷേ വാട്ട് അബൌട്ട് ന്യൂട്രോൺ? അതെങ്ങനെ ചെയ്യാൻ പറ്റും? Proton is 21 in number, and the next level is after D3/2 is F7/2 ആണ്. According to Shell model, next level is F7/2. and 20 എങ്ങനെ വരും? 20 എണ്ണം ഇത് ഇങ്ങനെ തന്നെ വരും അല്ലേ? 21st ന്യൂട്രോൺ എണ്ണ പോകും, F7/2 തന്നെ പോകും, F7/2 പോകും. അപ്പോൾ F7/2 ആണ് ന്യൂട്രോൺ ഫില്ലാകുന്ന ലാസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് F7/2 ആയിരിക്കും. ഇതാണ് പ്രോബ്ലം റിലേറ്റഡ് ടു ന്യൂക്ലിയർ ഷെൽ മോഡൽ. ഓക്കെ, ദെൻ ഇലക്ട്രോണിക്സിൽ നമുക്കറിയാം ഈ ലോജിക് ഗേറ്റ്സ് ഓപ്പൺ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. പക്ഷേ ഈ ഇടയായിട്ട് കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറുണ്ട്. അതായത് നമുക്ക് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പണ്ട് പോലെ നമ്മൾ കാണുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ച് കാണുന്നുണ്ട്. നമുക്ക് പണ്ട് പോലെ അറിയാവുന്ന ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ മാക്സിമം കറണ്ട് ഫ്ലോവിങ് ത്രൂ 10K resistor with പവർ റേറ്റിംഗ് 1 watt. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? അവിടെയൊക്കെ ഒരു ഐഡിയ പറയാമോ? ആർക്കെങ്കിലും ഒരു ഐഡിയ പറയാൻ പറ്റുമോ? എനിബഡി? ദ മാക്സിമം കറണ്ട് ഫ്ലോവിങ് ത്രൂ 10K resistor with പവർ റേറ്റിംഗ് 1 watt. എന്തോ? പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? P is equal to V²/R അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പവർ അറിയാം, R അറിയാം അല്ലേ? നമുക്ക് എന്ത് കിട്ടും? നമുക്ക് V കിട്ടും അല്ലേ? V കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അത് ഓപ്ഷൻ യൂസ് ചെയ്യല്ല. V is equal to IR അല്ലേ? അല്ലെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു VI അല്ലേ? ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമേ. ഓക്കെ, അതങ്ങനെ ചെയ്യാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ട്രാൻസിസ്റ്റർ IC, that is collector current is equal to 100 milliampere and emitter current I is equal to 100.5 milliampere, then value of beta is, ഇതെങ്ങനെ ചെയ്യാം? എന്താണ് ബീറ്റ എന്ന് പറയുന്നത്? IC by IB. അതെ, അതായത് നമുക്കറിയാം ഇൻ ട്രാൻസിസ്റ്റർ നമുക്ക് there are mainly 3 different configuration. ഏതൊക്കെയാണ്? കോമൺ ബേസ്, കോമൺ എമിറ്റർ ആൻഡ് കോമൺ കളക്ടർ അല്ലേ? ഇൻ ദ കേസ് ഓഫ് കോമൺ ബേസ് ദ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഈസ് ആൽഫ, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട്. ഇൻ ദ കേസ് ഓഫ് കോമൺ ബേസ് ദ ബേസ് ഈസ് ഗ്രൗണ്ടഡ് ആൻഡ് ദ ഔട്ട്പുട്ട് കറണ്ട് ഈസ് IC ആൻഡ് ഇൻപുട്ട് ഈസ് IE അല്ലേ? ആൽഫ ഈസ് ഈക്വൽ ടു IC by IE. In the case of common emitter, which is the most commonly used transistor configuration, the current amplification factor beta is equal to, എത്രയാണ്? Beta is equal to IC by IB വരും. IC by IB വരും. In the case of common collector, the current amplification factor is gamma, which is IE by IB. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കറിയാം IC is given as 100 milliampere and IE is given as 100.5 milliampere. We want to find out the value of beta, that is IC by IB അല്ലേ? നമുക്ക് IC അറിയാം 100 milliampere. What about IB? നമുക്കറിയാം I is equal to IB plus IC നമുക്കറിയാം അല്ലേ? Therefore IB is equal to എന്ത് വരും? IE minus IC, that is 0.5 milliampere. So divided by 0.5 milliampere എത്ര വരും? 200 വരും അല്ലേ? 200 is the answer. Okay. Then a capacitor has a capacitance of 20 microfarad and is charged to a voltage of 100 volt. What is the energy stored in the capacitor? ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്? U is equal to half U is equal to half CV square and C and V are given. Simple question ആയിരുന്നു അല്ലേ? C is given as 20 microfarad and V is 100 അല്ലേ? And therefore half into 20 microfarad, 20 into 10 raised to minus 6 farad വരും അല്ലേ? And 100 square. പക്ഷെ ആൻസർ ഓപ്ഷൻ ഇല്ലായിരുന്നു. കണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സിമ്പിൾ ഇക്വേഷൻസ് ഒക്കെയാണ്. ഹാഫ് CV സ്ക്വയർ. ദെൻ ദ ഡെസിമൽ ഇക്വാലന്റ് ഓഫ് ദി ഹെക്സാഡെസിമൽ നമ്പർ 1. അപ്പോൾ ഈ ഇടയായിട്ട് ഈ ഇങ്ങനത്തെ കൺവേർഷൻ ചോദിച്ച് കാണുന്നുണ്ട്. നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇതെല്ലാം അറിയാവുന്നതാണ്. 1A ആകുമ്പോൾ എത്ര വാല്യൂ വരിക? A ആകുമ്പോൾ 10, B ആകുമ്പോൾ 11, C 12, D 30, അങ്ങനെയാണ് എയുടെ ABCയുടെ വാല്യൂസ് പോകുന്നത്. അപ്പോൾ ഇഫ് യു വാണ്ട് ടു കൺവേർട്ട് 1A ടു ഹെക്സാ ഡെസിമൽ സിസ്റ്റം, ദാറ്റ് ഈസ് എന്ത് യൂസ് ചെയ്യുക? 16 ബേസ് യൂസ് ചെയ്യുക. 16 ആണ് ഹെക്സാ ഡെസിമൽ ബേസിൻ്റെ നമ്പർ. 16 ബേസ് യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 1A ആകുമ്പോൾ A ഇൻറ്റു 16 raised to 0. ഏതാണ്? A എന്ന് പറഞ്ഞാൽ 10 അല്ലേ? സോ 10 ഇൻറ്റു 16 raised to 0 ആൻഡ് അടുത്തൊരു 1 ഇൻറ്റു 16 raised to 1. സിംപ്ലിഫൈ ചെയ്യുക. ഇതായിരിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാ ഡെസിമൽ ഇക്വാലൻ്റ് എന്ന് പറയുന്നത്. 26 ആയിരിക്കും.
ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? 356 ഇൻറ്റു 16 മാറ്റാൻ വേണ്ടി പോവാണേ. എങ്ങനെ ചെയ്യാം? 6 ഇൻറ്റു 16⁻0 പ്ലസ് 5 ഇൻറ്റു 16⁻1 then 3 ഇൻറ്റു 16⁻2. അങ്ങനെ ആ പവറിൻ്റെ ഓർഡർ കുറഞ്ഞു പോകുന്നത് അല്ലേ? 0 1 2 അങ്ങനെ പോവുകയാണ്. അതുപോലെ 2AF ആണെങ്കിലോ എഫിൻ്റെ എത്രയാണ്? 15 ഇൻറ്റു 16⁻0 A ഇൻറ്റു 10 അല്ലേ? A 10 ഇൻറ്റു 16⁻1 2 ഇൻറ്റു 16⁻2 അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ചോദിച്ച് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മറ്റേ നമ്മുടെ ലോജിക് ഗേറ്റ്സിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ലോജിക് ഗേറ്റ്സ് that is for example if the Boolean expression is y is equal to a plus some a b c അല്ലേ? ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? എ കോമൺ അല്ലേ? എ കോമൺ ദെൻ 1 പ്ലസ് ബി സി വരും അല്ലേ? വാട്ട് ഈസ് 1 പ്ലസ് ബി സി? 1 പ്ലസ് ബി സി എന്താണ്? 1 പ്ലസ് ബി സി ഈസ് ഓൾവേസ് 1 അല്ലേ? കാരണം ബി സി എന്തായാലും ഇഫ് ബി സി ഈസ് 1 ആയാലും ബി സി 0 ആയാലും 1 പ്ലസ് ബി സി എപ്പോഴും 1 അല്ലേ? സോ y ഈസ് ഈക്വൽ ടു എ അതാണ് എൻ്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് പറഞ്ഞ് മനസ്സിലായി. അതായത് ഇപ്പം ബി സി 0 ആണെങ്കിൽ 1 പ്ലസ് 0 1 തന്നെ. ബി സി 1 ആണെങ്കിലോ 1 പ്ലസ് 1 ഈസ് ഓൾസോ 1 because we know that in digital electronics the highest value is 1 and the lowest value is 0. നമുക്ക് ആകെ 2 വാല്യൂ ഉള്ളൂ. ഒന്നെങ്കിൽ 0 ആകാം അല്ലെങ്കിൽ 1. അതിന് നമ്മൾ താഴേക്കോ മുകളിലേക്കോ ഇടയ്ക്കേക്കോ ഒന്നും പോകുന്നില്ല. സോ 1 പ്ലസ് ബി സി ഈസ് ഓൾവേസ് 1. സോ ഇറ്റ് ഈസ് a into 1, that is a simple. ഓക്കെ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ നമ്മുടെ എക്സാം ബാച്ചിനെ പറ്റിയും ടോപ്പിക്സിനെ പറ്റിയൊക്കെ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്ന സെഷൻ? ഓക്കെ. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി ഉണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനായിട്ട്? ചോദിച്ചോളൂ. കഴിഞ്ഞൊരു ജൂലൈയിലെ എക്സാമില് ആ Fourier series ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ലേ? നമ്പർ ഓഫ് നോൺ വാനിഷിംഗ് ടേംസ് ഇൻ ദ Fourier series ഓഫ് cos cube theta in the interval -π to π എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാ അത് സോൾവ് ചെയ്യാ? അത് ഞാൻ ചെയ്യാൻ കാണിക്കാവേ. അതായത് നമ്മൾ ഫൊറിയർ സീരീസിനകത്ത് നമുക്ക് ഇതിൽ ഉദ്ദേശിച്ചേ അതായത് നമുക്ക് ഈ കോസ് ക്യൂബ് തീറ്റ എന്ത് ടൈമാണ്, എന്ത് ഫംഗ്ഷനാണെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഈവൻ ആണോ ഓഡാണോ? അതൊരു ഈവൻ ഫംഗ്ഷനാണ് അല്ലേ? കോസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ബി എൻ കോയിഫിഷ്യന്റ് 0 ആയിരിക്കും. അറിയാമോ? ഒരു ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ ആ ഫൊറിയർ സീരീസിനകത്ത് ഒരിക്കലും സൈൻ ടേംസ് കാണുകയില്ല. അതായത് ബി എൻ must be 0. And in the case of even function cos terms 0 ആയിരിക്കും, a0 0 ആയിരിക്കും. അതായത് ഒരു ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ അവിടെ ബി എ എന്നും 0 ആയിരിക്കും, a0യും 0 ആയിരിക്കും. that is there must be only one non-vanishing term. And in the case of even function bn must be 0 and a0 ചിലപ്പോൾ 0 ആയി പോകാൻ സാധ്യതയുണ്ട്, a0 0 ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വി ഹാവ് ടു ചെക്ക്
the value of A0. There must be an, but we have to confirm the value of A0. So check the value for A0. ഇതാണ് A0യുടെ ഫോർമുല എന്ന് പറയുന്നത്. And this function is defined in the interval minus pi to pi. So the period of this function is 2 pi. അല്ലേ? മൈനസ് പൈ ബൈ പൈ ആയതുകൊണ്ട് തന്നെ പീരീഡ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് മൈനസ് പൈ, ദാറ്റ് ഈസ് 2 പൈ. സോ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. കോസ് ക്യൂബ് തീറ്റയാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സീറോ കിട്ടും. സോ അവിടെ A0 സീറോ ആയി പോയി. സോ ദർ മസ്റ്റ് ബി ഓൺലി വൺ നോൺ വാനിഷിംഗ് ടേം, ദാറ്റ് ഈസ് A1. AN മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ AN ടേംസ് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ അത് പറഞ്ഞത്? അവിടെ AN ടേംസ് മാത്രമേ കാണുകയുള്ളൂ. A0 സീറോ ആയിരിക്കും. BN ഈവൻ ആയതുകൊണ്ട് BN സീറോ ആയിരിക്കും. സോ ദർ മസ്റ്റ് ബി ഓൺലി AN terms. That is only one non-vanishing term. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എല്ലാവരും എന്നിട്ട് പഠിക്കുക. ഒരു 1 വീക്ക് ശരിക്കും നിങ്ങൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. സമയം ഒരുപാട് കളയാതെ നന്നായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ? PDF നമ്മൾ ഗ്രൂപ്പ് ഷെയർ ചെയ്തേക്കാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു.